നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ഡ്രാമകളുടെ ഒരു പറുദീസയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത, ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മുഹമ്മദ് റിസ്വാനെ സാക്ക് ചെയ്തു. എന്നിട്ട് ഷെയ്ൻ ഷാ അഫ്രീദിയെ പുതിയ പാകിസ്ഥാൻ ODI ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ സംഭവിച്ചു വീണ്ടും മാറി മറിഞ്ഞൊക്കെ വന്നതാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റിനെ പോലെ ഇത്രയധികം നാടകീയതയും മറ്റുമൊക്കെ നിറഞ്ഞ മറ്റൊരു ക്രിക്കറ്റ് ബോർഡുണ്ടോ എന്ന് തന്നെ ഒരു ചോദ്യമാണ്. നമ്മൾ നോക്കുകയാണ്, കഴിഞ്ഞ ODI വേൾഡ് കപ്പിന് ശേഷം, അതായത് സിൻസ് 2023 നവംബർ, എന്തൊക്കെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ സംഭവിച്ചത് എന്ന്. നവംബർ 2023 13-ാം തീയതി, അതായത് 13 നവംബർ 2023 മോണി മോർക്കൽ ബൗളിംഗ് കോച്ച് സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തു. ആ മോണി മോർക്കൽ ഇന്ന് നമ്മുടെ ടീമിൻ്റെ ബൗളിംഗ് കോച്ചാണ്. നവംബർ 15 ബാബർ അസം പാകിസ്ഥാൻ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തു. ഒക്കെ 2023 കാര്യമാണ്. അന്ന് തന്നെ ഷെയ്ൻ ഷാ അഫ്രീദി T20 ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. മസൂദിനെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചു. 2023 നവംബർ 16 ഹഫീസ് അവരുടെ ഹെഡ് കോച്ചായിട്ടും ടീം ഡയറക്ടറായിട്ടും സ്ഥാനമേറ്റെടുക്കുന്നു. തൊട്ടടുത്ത ദിവസം നവംബർ 17 2023 നവംബർ 17 വഹാബ് റിയാസിനെ ചീഫ് സെലക്ടറാക്കി വെക്കുന്നു. നവംബർ 20 വഹാബ് റൌഫിനെ BBL സ്റ്റിൻറ്റിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ സ്ലാം ചെയ്യുകയാണ്. നവംബർ 21 ഉമർ ഗുല്ലും സയ്യിദ് അജ്മലും ബൗളിംഗ് കോച്ചുമാരായിട്ട് നിയമിക്കപ്പെടുന്നു. നവംബർ 24 ഇമാദ് വസീം റിട്ടയർ ചെയ്യുന്നു. ഡിസംബർ 1 സൽമാൻ ഭട്ടിനെ അസിസ്റ്റൻ്റ് സെലക്ടറായിട്ട് നിയമിക്കുകയാണ്. ഡിസംബർ 2 PCB, കാരണം സൽമാൻ ഭട്ട് ആ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മാച്ച് ഫിക്സിങ് ഒക്കെ ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഡിസംബർ 2 PCB സൽമാൻ ഭട്ടിനെ ആ സ്ഥാനത്ത് നിന്ന് വിഡ്രോ ചെയ്യുന്നു. ഡിസംബർ 11 ആസാദ് ഷഫീഖ് റിട്ടയർ ചെയ്യുകയാണ്. പിന്നെ 2024 ജനുവരി 9 മുഹമ്മദ് റിസ്വാൻ അവരുടെ T20 വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിക്കപ്പെടുന്നു. ജനുവരി 18 മിക്കി ആർദർ അവരുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യുന്നു. ജനുവരി 19 സാക്ക അഷ്റഫ് PCB ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ജനുവരി 21 മുഹമ്മദ് ആരിസിൻ്റെ NOC BPL കളിക്കാനുള്ള NOC ഡിനൈ ചെയ്യുന്നു. ജനുവരി 24 ഷാ കവാറിനെ ടെമ്പററി ചെയർമാനായിട്ട് വെക്കുന്നു. ഫെബ്രുവരി 6 മോസിൻ നഖ്വി PCBയുടെ ചെയർമാനായിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നു. ഫെബ്രുവരി 15 മുഹമ്മദ് ഹഫീസ് പാകിസ്ഥാൻ ടീം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യുന്നു. മാർച്ച് 23 ഇമാദ് വസീം റിട്ടയർമെൻറ്റ് പിൻവലിച്ച് കളിക്കാൻ വീണ്ടും അവൈലബിൾ ആണ് എന്ന് പറയുന്നു. മാർച്ച് 24 ഹാരിസ് റൌഫിന് PCB കോൺട്രാക്റ്റ് കൊടുക്കുന്നു. മാർച്ച് 24 തന്നെ മുഹമ്മദ് ആമിർ റിട്ടയർമെൻറ്റ് പിൻവലിച്ച് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. മാർച്ച് 31 ബാബർ അസം വൈറ്റ് ബോൾ ക്യാപ്റ്റനായിട്ട് വീണ്ടും അവരോധിക്കപ്പെടുകയാണ്. ഏപ്രിൽ 5 ECB ഉസ്മാൻ ഖാനെ 5 വർഷത്തേക്ക് ബാൻ ചെയ്യുന്നു. മെയ് 25 ഷെയ്ൻ ഷാ അഫ്രീദി പാകിസ്ഥാൻ വൈസ് ക്യാപ്റ്റൻ റോള് റിജക്റ്റ് ചെയ്യുന്നു. ജൂൺ 14 പാകിസ്ഥാൻ T20 വേൾഡ് കപ്പിൽ നിന്ന് നോക്ക് ഡൗൺ ചെയ്യപ്പെടുകയാണ്. പിന്നെ ജൂലൈ 9 വഹാബ് അതുപോലെ തന്നെ റസാഖ് അവരെ PCB സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് സാക്ക് ചെയ്യുന്നു. പിന്നെ സെപ്റ്റംബറിന്, അതായത് സെപ്റ്റംബർ 3 ബംഗ്ലാദേശ് പാകിസ്ഥാനെ 2-0 ടെസ്റ്റ് സീരീസിൽ പരാജയപ്പെടുത്തുന്നു. ദെൻ സെപ്റ്റംബർ 14 പാകിസ്ഥാൻ വിമൺ മിസ് ഔട്ട് ഓൺ ഡെയിലി അലവൻസ് ട്രെയിനിങ് ക്യാമ്പ്, അത് വലിയ വിവാദമായിട്ട് മാറുന്നു. സെപ്റ്റംബർ 29 മുഹമ്മദ് യൂസഫ് PCB സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. ഒക്ടോബർ 1 ബാബർ അസം വൈറ്റ് ബോൾ ക്യാപ്റ്റൻസിയിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുക്കുന്നു. ഒക്ടോബർ 13 ബാബർ അസം സെക്കൻഡ് ടെസ്റ്റ്, ഇംഗ്ലണ്ടിനെതിരെയുള്ള സെക്കൻഡ് ടെസ്റ്റ് ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുന്നു. ഒക്ടോബർ 27 റിസ്വാനെ വൈറ്റ് ബോൾ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കുന്നു. നവംബർ 18 അക്കിബ് ജാവേദ് ഇൻട്രീം വൈറ്റ് ബോൾ ഹെഡ് കോച്ചായിട്ട് വരുന്നു. ഡിസംബർ 12 ജെയ്സൺ ഗില്ലസ്പി പാകിസ്ഥാൻ റെഡ് ബോൾ കോച്ച് സ്ഥാനത്ത് നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ്.
അതിനുശേഷം 2025 ഫെബ്രുവരി 27 ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പാകിസ്ഥാൻ നോക്ക്ഡ് ഔട്ട് ആവുന്നു. പിന്നെ 4 മാർച്ചിന് സൽമാൻ ആഗ T20I ക്യാപ്റ്റനായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നു. 12 മാർച്ചിന് മാച്ച് ഫീസ് 75% നാഷണൽ T20 കപ്പിനുള്ള പ്ലെയേഴ്സിൻ്റെ ആ ഒരു മാച്ച് ഫീസ് 75% കുറക്കുന്നു. 3 ഏപ്രിലിന് PCB ചെയർമാൻ മോസിൻ നഖ്വി ACC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നു. 13 മെയ്യിന് ഹെസൻ പാകിസ്ഥാൻ്റെ വൈറ്റ് ബോൾ ഹെഡ് കോച്ചായിട്ട് നിയമിക്കപ്പെടുകയാണ്. മെയ് 15 ഷോയിബ് മാലിക് PCB മെൻഡർ സ്ഥാനം ക്വിറ്റ് ചെയ്യുന്നു. 7 ഓഗസ്റ്റിന് ഹൈദരലി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ പെടുന്നു UK വെച്ചിട്ട്. അത് ഒരു പീഡനവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാവാൻ അദ്ദേഹത്തിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ വന്നത്. 19 ഓഗസ്റ്റിന് നോ കാറ്റഗറി എ കോൺട്രാക്റ്റ് ഡ്യൂ ടു പുവർ പെർഫോമൻസ്. ആർക്കും കാറ്റഗറി എ കോൺട്രാക്റ്റ് കൊടുക്കുന്നില്ല പുവർ പെർഫോമൻസ് കാരണം. സെപ്റ്റംബർ 17 UAE ഗെയിം, ഏഷ്യ കപ്പിലെ UAE ഗെയിം അവർ വാശി പിടിച്ച് വൈകിയാണ് കളിച്ചത്. സെപ്റ്റംബർ 26 ഹാരിസ് റൌഫിനെതിരെ 30% മാച്ച് ഫീ ഫൈൻ ഇട്ടു. ICC കോഡ് ഓഫ് കണ്ടക്ട് ബ്രീച്ച് ചെയ്തതിന് ഇന്ത്യക്കെതിരെയുള്ള കളിയിലെ അയാളുടെ മോശം ആയിട്ടുള്ള ചില പ്രവൃത്തികൾക്കാണ് ആ ഒരു ശിക്ഷ കൊടുത്തത്. സെപ്റ്റംബർ 28 ഇന്ത്യ പാകിസ്ഥാനെ ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെടുത്തുന്നു. അതിന് ശേഷം സെപ്റ്റംബർ 28 മോസിൻ നഖ്വി ഏഷ്യ കപ്പ് ട്രോഫി ഇന്ത്യക്ക് കൈമാറാതെ ഹോട്ടലിലേക്ക് പോയതൊക്കെ വലിയ വിവാദമായിട്ട് മാറുന്നു. ഒക്ടോബർ 20 ഇതാ ഇപ്പോൾ റിസ്വാനെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻസിയിൽ നിന്ന് സാക്ക് ചെയ്ത് ഷഹീൻ ഷാ അഫ്രീദിയെ പുതിയ ക്യാപ്റ്റനായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. സോ ലോങ് ഡ്രാമയാണ്, പക്ഷേ നത്തിങ് ചേഞ്ച്ഡ് ഫോർ പാകിസ്ഥാൻ. പുവർ പെർഫോമൻസ് തുടരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.